Vitapulli Agencies and Swami Sambar Powder, Nallonam Undonam, co-powered by Aditi Sunflower Oil and Suntips Tea. Special partner TTK Prestige, GRB Ghee and Prill. നമ്മൾ ഇന്നത്തെ കുക്കിംഗ് സെഷനിലേക്ക് കടക്കുകയാണ്. എല്ലാവരും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കണം. നമ്മൾ ഇനി ഗെയിംസിലേക്കും മറ്റു കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ഇന്ന് ഇവിടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സീ കേരളം പ്രേക്ഷകർക്ക് ഒരുപാട് പരിചയമുള്ള ഒരാളെ തന്നെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. സീ കേരളം സരിഗമപ ലിറ്റിൽ ചാമ്പ്സിന്റെ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു. അത് പറഞ്ഞപ്പോൾ തന്നെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവനി ആൻഡ് അവനിയുടെ അമ്മ. നല്ലൊരു കൈഡി കൊടുക്കാം. ഹലോ. ഹായ് ചേച്ചി. സുഖമായിട്ടിരിക്കുന്നു അവനി? സുഖം. ഞാനിവിടെ അമ്മ എന്ന് മാത്രമേ പറഞ്ഞോളൂ. അമ്മയുടെ പേര് ഞാൻ പറഞ്ഞില്ല. അമ്മ തന്നെ പരിചയപ്പെടുത്തിക്കോളൂ. പേരെന്താണ്? എന്റെ പേര് സതിജ എന്നാണ്. സതിജ. ഓക്കെ. നമ്മുടെ സീ കേരളത്തിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ പ്രേക്ഷകരുടെ മുന്നിലേക്ക്? ഉണ്ട്. അവനിയുടെ കൂടെ വൈറൽ മമ്മിയാണ്. ഓ ആണോ? അത് ശരി. എന്ത് ചെയ്താണ് വൈറലായത്? അത് ഇതുപോലെ എപ്പിസോഡില് ഇത് കണക്കൊരു സ്റ്റോറി പറയാനുണ്ടായിരുന്നു. ഓക്കെ. ഡെഡിക്കേഷൻ റൗണ്ട് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഡെഡിക്കേഷൻ റൗണ്ടിൽ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് പാടിയത്. അപ്പൊ അങ്ങനെ ആ ഒരു സ്റ്റോറി ഇട്ടു. എന്റെ പാട്ടിനെക്കാട്ടിലും അമ്മ പറഞ്ഞതാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത്. ഓ അത് ശരി. അപ്പൊ അമ്മയാണെന്ന് ശരിക്കും സൂപ്പർ സ്റ്റാർ ആയതല്ലേ? അങ്ങനെയും പറയാം. ശരി. എങ്ങനെ പോകുന്നു കാര്യങ്ങൾ അവനിക്കുട്ടി? ഇപ്പം സെക്കൻഡ് ഇയർ ആണല്ലേ സ്വാതന്ത്ര്യ തിരുനാൾ കോളേജില്? അതെ. ഓക്കെ. അപ്പൊ എങ്ങനെ പോകുന്നു? ഇപ്പൊ പാട്ട് തന്നെ ആയിട്ട് ലൈഫ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെയാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഓ ഓക്കെ. തീർച്ചയായിട്ടും ഇനിയും ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ടേക്ക് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? അമ്മ പറ. ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാനാണ് സത്യം പറഞ്ഞാൽ വന്നത്. ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഒന്ന് പോകുന്ന വഴി ഒന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് പോവാം എന്ന് വിചാരിച്ച് കയറിയതാണ്. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ളൊരു പലഹാരമാണല്ലോ ഉണ്ണിയപ്പം. തീർച്ചയായും. പ്രധാനമായും നമ്മൾ ഓണത്തിനൊക്കെ ശരിക്കും ഉണ്ണിയപ്പം ഇടുന്നതാണ് എല്ലാ വീടുകളിലും. അതെ അതെ റൈറ്റ്. അതുകൊണ്ട് അത് തന്നെ ഉണ്ടാക്കാം. അതിൽ ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയപ്പം. അതെയോ? എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയപ്പം. അപ്പൊ എനിക്കും കൂടെ വേണ്ടിയിട്ട് ഇന്ന് ഉണ്ടാക്കണേ ഉണ്ണിയപ്പം. ഓക്കെ ശരി. അപ്പൊ നമുക്ക് എന്തായാലും കുക്കിങ്ങിലേക്ക് കടന്നാലോ? നമ്മൾ ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ മുമ്പൊക്കെ ആണെങ്കിൽ പച്ചരിയൊക്കെ വെള്ളത്തിയിട്ട് കുതിർത്ത് അരച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം അല്ലേ. ഇന്ന് നമ്മൾ ഇത് അരിപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. അരിപ്പൊടി മീൻസ് പുട്ടുപൊടിയല്ല, ഇടിയപ്പപ്പൊടി ആവാം, അപ്പം ആവാം, പത്തിരിപ്പൊടി, അങ്ങനെ ഉള്ള അരിപ്പൊടിയിൽ ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ ശർക്കര പാണിയാച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ പഴമുണ്ട്, പാളയംതോടൻ പഴമുണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ. പക്ഷെ ഇന്നത്തെ ഉണ്ണിയപ്പത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണത്? സാധാരണ എല്ലാരും വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടേ ഉണ്ടാക്കണത്. അതെ. പക്ഷെ നമ്മൾ ഇന്ന് സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കാൻ പോണത്. സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കി നോക്കുന്നത്. ഈ അതിഥി സൺഫ്ലവർ ഓയിലിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ അതിഥി സൺഫ്ലവർ ഓയിൽ വളരെ സ്വാദിഷ്ടകരമായും ആരോഗ്യകരമായിട്ടും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ലെസ് അബ്സോർബൻറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് എണ്ണയെ അതിഥി സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുള്ളൂ. ആൻഡ് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പാരിസൺസ് ഗ്രൂപ്പിൻ്റെ ആണ് അതിഥി. അപ്പോൾ ഇന്ന് എന്തുകൊണ്ട് നമ്മുടെ ഓണത്തിന് നമ്മൾ എണ്ണ വെച്ചുണ്ടാക്കുന്ന എന്ത് സംഭവത്തിനാണെങ്കിലും അതിഥി സൺഫ്ലവർ ഓയിലാണ് ദ ബെസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അതിഥി തന്നെയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് കടന്നാലോ? തീർച്ചയായിട്ടും. ഓക്കെ ശരി. ആദ്യം നമുക്ക് അരിപ്പൊടി കുറച്ചെടുക്കാം. ഞാനൊരു 150 ഗ്രാം കണക്കാക്കി മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ. ഓക്കെ. കുറച്ച് അത്യാവശ്യത്തിന് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കാം. ഒരു 1.5 തവിയാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത് അല്ലേ? അതെ, അതൊരു 150 ഗ്രാം അത്രയൊക്കെ വരുള്ളൂ. ശരി. ഓക്കെ. പിന്നെ ശർക്കര പാനിയാച്ചിയതാണ്. നമ്മൾ നേരത്തെ ശർക്കര എടുത്ത് ഉരുക്കി പാനിയാച്ചി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർക്കാം. അതും ഒരു അതേ അളവിൽ തന്നെ ചേർത്തതിന് ശേഷം 1.5 തവിയൊക്കെ. അതെ. നമുക്ക് ഒരു 3 പാളയംതോടൻ പഴം. ശരി. അത് പാളയംതോടൻ പഴം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു റോബസ്റ്റ പഴമോ കദളിപ്പഴം ചേർത്താലും മതിയാവും. ശരി. ഇനി നമുക്കിതിനെ മിക്സിയിൽ ഒന്ന് റെഡിയാക്കി അല്ലെങ്കിൽ ഒന്ന് അതിന്റെ ബാറ്ററും തയ്യാറാക്കി നമുക്ക് ബാറ്റർ ആയിട്ട്. അതെ. ഓക്കെ ശരി. നമ്മുടെ ബാറ്റർ അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉദ്ദേശിച്ച പോലെ തന്നെ അതേ കൺസിസ്റ്റൻസിയിലാണോ കിട്ടിയേക്കുന്നത്? ഏകദേശം അങ്ങനെ തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പ്രസ്റ്റീജിന്റെ ഉണ്ണിയപ്പം തവയിലാണ്. ഉണ്ടാക്കാൻ പോകുന്നത് അതിഥി സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ്. അതെ, നേരത്തെ നമ്മൾ അതിഥി സൺഫ്ലവർ ഓയിലിന്റെ കാര്യം പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സംഭരണം മുതൽ പാക്കിംഗ് വരെ അവരുടെ ഫാക്ടറി തന്നെ ആയതുകൊണ്ട് ഓരോ ഘട്ടത്തിലും ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന ഒന്നുകൂടെയാണ് അതിഥി സൺഫ്ലവർ ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉണ്ണിയപ്പത്തിന് ബെസ്റ്റ് അതിഥി സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. ഉണ്ണിയപ്പത്തിന് മാത്രമല്ല എന്തൊരു വിഭവത്തിനാണെങ്കിലും അതിഥി സൺഫ്ലവർ ഓയിൽ ബെസ്റ്റ് ആണ്. സോ നമ്മൾ ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാണ്. എണ്ണ ഒഴിച്ചോളൂ.
കാര്യമായിട്ട് ചോദിച്ചു, ഒരു കുഴപ്പമില്ല. എന്തായാലും ലെസ് അബ്സോർബന്റ് ആണ്. അതുകൊണ്ടല്ല, ഇത് 1/4 ഭാഗം ഒഴിക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. അതെ, ചിലർ നിറയെ ഒഴിക്കാറുണ്ട്, അത് ദോഷമൊന്നും ഇല്ല. നമ്മള് എണ്ണയും ലാഭിക്കാം, ഒരു 1/4 ഭാഗം ഒഴിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ എണ്ണ ദാ ഇവിടെ ചൂടാവാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. എണ്ണ കാര്യമായിട്ട് തന്നെ ചൂടായിക്കോട്ടെ. ഡീപ് ഫ്രൈ ചെയ്യാൻ പോവല്ലേ, അപ്പൊ എണ്ണ എന്തായാലും നന്നായിട്ട് എണ്ണ ചൂടാവണം. നന്നായിട്ട് ചൂടാവണം. പക്ഷെ നമ്മളത് വേവിക്കാൻ നേരത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കരുത്, കാരണം ഉള്ളു വേഗത്തില്ല. അതെ, അതുകൊണ്ട് പിന്നെ ലോ ആക്കുകയും ചെയ്യരുത്, എങ്കിൽ പിന്നെ ഈ ഉണ്ണിയപ്പം എണ്ണ മുഴുവൻ കുടിക്കും. ഒരു മീഡിയം, പിന്നെ കുറച്ച് കൂട്ടി മീഡിയം ലോ അങ്ങനെ വെച്ചിട്ട് പൊരിക്കണതായിരിക്കും എപ്പോഴും നല്ലത്. ശരി ശരി, ഓക്കെ. നമ്മുടെ എണ്ണ ചൂടായി എന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ നമുക്ക് ഉണ്ണിയപ്പം ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആഹാ, നല്ല മണം നല്ല മണം അല്ലേ? ആ സൺഫ്ലവർ ഓയിലിന്റെ, ഞാൻ വെറുതെ പറയുന്നതല്ല, സൺഫ്ലവർ ഓയിലിൽ കിടന്നിട്ട് ആ ഉണ്ണിയപ്പം തീ കുറച്ച് കുറയ്ക്കും. ഉണ്ണിയപ്പം ചൂടാവുന്നതിന്റെ ഒരു മണം. ഓ, ഇത് അവസാനം എന്തായിരിക്കും ഇതിന്റെ സ്മെല്ലെന്ന് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. അത്ര നല്ല മണമാണ് ഇപ്പൊ തന്നെ. ശരി, എന്തായാലും നമ്മുടെ ദാ ഉണ്ണിയപ്പം ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിയപ്പം വേകുന്ന സമയത്ത് നമുക്കൊണ്ടൊരു പാട്ട് കേട്ടാലോ? ഓക്കെ ഓക്കെ. மேகம் திறந்து கொண்டு மண்ணில் இறங்கி வந்து மார்பில் ஒளிந்து கொள்ள வா வா, மார்பில் ஒளிந்து கொண்டால் மாறன் நம்பு வரும், கூந்தலில் ஒளிந்து கொள்ள வரவா, என் கூந்தல் தேவன் தூங்கும் பள்ளி அறையா அறையா, மலர் சூடும் வயதில் என்னை மறந்து போவது தான் உரையா, நினைக்காத நேரம் இல்லை காதல் ரதியே ரதியே, உன் பேரை சொன்னால் போதும் இன்று விழிவிடும் காதல் நதியே, என் சுவாசம் உன் மூச்சில், உன் வார்த்தை என் பேச்சில், 5 நூற்றாண்டு வாழ்வோ என் வாழ்வேவா, மலர்களே மலர்களே இது என்ன கனவா, மலைகளே மலைகளே இது என்ன நினைவா, உரையதே துள்ளம் பெரியதே விழி வெள்ளம், விண்ணோடும் நீதான் மண்ணோடும் நீதான் கண்ணோடும் நீதான் வா. ഗൂസ് ബംസ് ഒന്നും എനിക്ക് സത്യമായിട്ടും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല, എനിക്ക് ഒന്നാമത് എൻ്റെ ഫേവറേറ്റ് സോങ് ആണ്. ഭയങ്കര രസമായിട്ട് പാടി. എനിക്ക് ഇത്ര അടുത്ത് നിന്നത് കേൾക്കുമ്പോൾ ഐ കുഡ് ഫീൽ ഇറ്റ്. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ദാ പാട്ട് കേട്ട് ഉണ്ണിയപ്പം സെറ്റായി. പാട്ട് പാടി മഴ പെയ്ച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പാട്ട് പാടി ഉണ്ണിയപ്പം വരെ റെഡിയാക്കിയെന്ന് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ അവിടെ പാടുന്ന സമയത്തിന് ഞാനിതിങ്ങനെ ഇവിടെ തിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. സെറ്റ് ആയിട്ടുണ്ട്, എടുക്കാറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയാലോ? അതിഥി സൺഫ്ലവർ ഓയിൽ കൊണ്ട് ഉണ്ടാക്കിയ ഉണ്ണിയപ്പമാണ്. പറഞ്ഞതുപോലെ ലെസ് അബ്സോർബൻ്റ് ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് എണ്ണയെ ഉണ്ണിയപ്പം പിടിച്ചിട്ടുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ആൻറ്റി പറഞ്ഞതുപോലെ നമ്മൾ ഒത്തിരി പഴമൊക്കെ ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ്. നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി ഒന്നുകൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തു. ആദ്യം നമുക്ക് ശർക്കര പാനി കാച്ചിയത് എടുക്കണം. എന്നിട്ട് ഇടിയപ്പ പൊടിയോ പത്തിരിപ്പൊടിയോ ഒരു 150 ഗ്രാം, നമ്മൾ ഉണ്ടാക്കിയ കണക്കനുസരിച്ച് ഒരു 150 ഗ്രാം എടുത്തിട്ട് അതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ചേർക്കാം കേട്ടോ. ഞാനത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. കാരണം അങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് ചേർത്തതിന് ശേഷം 3 പിന്നെ പാളയംതോടൻ പഴമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് അത് മിക്സിയിൽ അരച്ചതിന് ശേഷം അതിൽ പിന്നെ തേങ്ങാത്തൊത്ത്, ഇത് ഏലക്കാപ്പൊടി അതൊക്കെ ഇട്ട് ഒന്നുകൂടി 1 മണിക്കൂർ അതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടു. ബാറ്ററി റെഡിയാക്കി നമ്മൾ ഒഴിച്ചു. നമ്മളിന്ന് നേരത്തെ പറഞ്ഞതുപോലെ അതിഥി സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും വീട്ടിലും എല്ലാവരും ഇതേ റെസിപ്പി വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഇനിയൊന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കുക. എന്തായാലും ദ ബെസ്റ്റ് ആണ്. നല്ല സ്വാദുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ഓണത്തിനോ അല്ലെങ്കിൽ റീൽസിലോ
ടിക്ടോക്കിൽ എവിടെയെങ്കിലും ഒക്കെ കാണാം. ഓക്കെ, അതിഥി സൺഫ്ലവർ ഓയിൽ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, സൺ ടിപ്സ് ടീ നൽകുന്ന സമ്മാനം, സ്വാമി സാമ്പാർ പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് നൽകുന്ന സമ്മാനം. പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് ആൻഡ് സ്വാമി സാമ്പാർ പൗഡർ നല്ലോണം ഉണ്ടോണം കോ പവേർഡ് ബൈ അതിഥി സൺഫ്ലവർ ഓയിൽ ആൻഡ് സൺ ടിപ്സ് ടീ. സ്പെഷ്യൽ പാർട്ണർ TTK Prestige, GRB Ghee ആൻഡ് Prill. ഈ കുടത്തിന്റെ അകത്ത് കുറച്ച് ബോൾസ് ഉണ്ട്. ഈ ബോള് ഫ്രണ്ടിലിരിക്കുന്ന ബോളിൽ ഇടണം എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ഗെയിം. ഗെയിമിന് വേണ്ടി ഞാൻ ആദ്യത്തെ ടീമിനെ സ്വാഗതം ചെയ്യാണ്. 2 പേരടങ്ങുന്ന ഒരു ടീം വേണം. ആദ്യമായി ആ ടീമിൽ വരാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട, ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, ആനന്ദേട്ടൻ. നല്ലൊരു കൈഡി. നമുക്ക് ഈ ഗെയിം പഴയതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് വിളിക്കാം. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി, അങ്ങനെ വിളിക്കാം. ഓക്കെ ആണോ? ആരെ വേണം? സന്ധ്യ. സന്ധ്യക്കാണ് ആർക്ക് വേണ്ടിയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് സന്ധ്യനെ സെലക്ട് ചെയ്തത്? സന്ധ്യ കിടിലമായതുകൊണ്ടാണ്. എങ്ങനെ അറിയാം സന്ധ്യയുടെ കിടിലത്തരം? സെയിം ക്ലാസ് അല്ലേ? സന്ധ്യ എന്തുകൊണ്ടായിരിക്കും ആനന്ദേട്ട സന്ധ്യനെ തന്നെ സെലക്ട് ചെയ്തത്? തമിഴാണ്. ആ, തമിഴല്ലേ? കുഴപ്പമില്ല. ഓക്കെ, റീസൺ എന്നാ இருக்கும் സന്ധ്യ மட்டும் സെലക്ട് பண்ணிருதுக்குன்னு? എങ്ങനെയുണ്ട്? കുട്ടിക്ക് മനസ്സിലായി, അത്രേ ഉള്ളൂ. உங்களை தான் செலக்ட் பண்ணது என்ன ரீசனா இருக்கும்? தெரியாதா? ഒരു പൈത്യക്കാരനാ. അപ്പോ ആനന്ദനും സന്ധ്യയും കൂടെ ഇവിടെ മത്സരത്തിലേക്ക് കിടക്കുകയാണ്. വീണ്ടും 90 സെക്കൻഡ്സ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. ഒരാള് ഇവിടെ കുടവും പിടിച്ച് പുറകെ നിൽക്കുക, ഒരാള് അതേ ലെവലിൽ നിന്നിട്ട് ഈ ബോൾ എടുത്ത് ആ ബോളിലേക്ക് ഇടുക. ആദ്യം ആരെ കുടം പിടിക്കാൻ പോകുന്നത്? സന്ധ്യ പിടിക്കും. ആദ്യം കുടം പിടിക്കാൻ പോകുന്നത് സന്ധ്യയാണ്. അപ്പൊ എന്തായാലും ആവേശം ഫുള്ള് നമുക്ക് ഗെയിമിൽ വേണം. റെഡി ആണല്ലോ? ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ക്ലോസർ. ബോൾ എറിഞ്ഞ് തീർക്കാണ്ടിരിക്കാട്ടോ. സന്ധ്യ ക്ലോസർ ആണ്. ഓ, അതെ, ആനന്ദന്റെ ടാക്ടിക്സ് മനസ്സിലായി എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് യെസ് പറ്റും. ഓ, അച്ഛത്ത് അതേ സാധനം പിടിച്ചാൽ മതി. പറ്റും. പറ്റും. എറിഞ്ഞോ സന്ധ്യ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. നല്ല ഗെയിമായിരുന്നു കേട്ടോ, നന്നായിട്ട് കളിച്ചു. നമ്മൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും 2 ബോള് നമ്മൾ മാക്സിമം അതിൻ്റെ അകത്ത് കിട്ടും. പിന്നെ അതിന്റെ വാവട്ടം ചെറുതാണ്, അതിന്റെ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. നന്നായിട്ട് കളിച്ചു കേട്ടോ, നല്ലൊരു കൈഡി കൊടുക്കാം. 3 ബോൾസ് ആണ് ആനന്ദണ്ണും സന്ധ്യയും കൂടെ നമ്മുടെ ബോളിലാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ടീമിനെ വിളിക്കാം. അവർ 3 ബോളിൽ കൂടുതൽ ഇടുവാണെന്നുണ്ടെങ്കിൽ ഐ എം സോറി, ഒരു കുഴപ്പമില്ല. അതാണ് സ്പിരിറ്റ്, നമുക്കത് മതി, അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും സന്ധ്യ ആൻഡ് ആനന്ദ്, താങ്ക് യു സോ മച്ച്. പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് ആൻഡ് സ്വാമി സാമ്പാർ പൗഡർ നല്ലോണം ഉണ്ടോണം കോ പവേർഡ് ബൈ അതിഥി സൺഫ്ലവർ ഓയിൽ ആൻഡ് സൺ ടിപ്സ് ടീ. സ്പെഷ്യൽ പാർട്ണർ TTK Prestige, GRB Ghee ആൻഡ് Prill. നമ്മുടെ അടുത്ത ടീമിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് സമയമായിരിക്കുകയാണ് നമ്മുടെ ബോളർ മത്സരത്തിന്. അടുത്തത് ഓക്കെ, നമ്മുടെ പച്ച ഷർട്ടിട്ട് പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്, പച്ച പിടിച്ച ജീവിതം. അരുൺ ഏതോ ഒരു സിനിമാ നടന്റെ ലുക്ക് ഉണ്ട്, എനിക്ക് ആരാന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ആസിഫ് അലീനാണോ ഏറ്റവും ഇഷ്ടം? അല്ല, പിന്നെ ആരാ പറഞ്ഞ ആസിഫ് അലീനെ പോലെ ഇരിക്കുന്നത്? അയ്യടാ മോനെ, എന്നാ ആസിഫ് അലിയുടെ ഒരു ഡയലോഗ് പറയോ പ്ലീസ്? വീട്? അത് ശരി, ഇതെല്ലാരോടും ചോദിക്കുന്നേ അല്ലേ, ആറ്റിങ്ങലാണോ വീടെന്ന് ചോദിച്ചല്ലേ പരിചയം തോന്നണോ? എത്ര പേരോട് ചോദിച്ചിട്ടുണ്ട്? നമ്പേഴ്സ് ഇല്ല. എന്നിട്ട് ആരെങ്കിലും ഇതൊരു വീട് പറഞ്ഞു തന്നിട്ടുണ്ടോ? പറഞ്ഞു തന്നിട്ടുണ്ടോന്ന്? ഇല്ല. ഇതിലും വലിയ അമ്പട വീര കല്യാണം കഴിഞ്ഞതാണോ? എന്നിട്ടാണോ വെറുതെ എല്ലാരും പറയാത്തത്? ഭാര്യയോട് അങ്ങനെ ചോദിച്ചാണോ ഭാര്യയോട് കല്യാണം കഴിച്ചത്? അല്ല, നിങ്ങളുടെ അറേഞ്ച് മാരേജ് ആയിരുന്നോ? അയ്യോ, എന്തുപറ്റി അങ്ങനെ? അത് ഓ ഗോഡ്, എന്തുപറ്റി? അവിടെ അത് എറിഞ്ഞിട്ട് കിട്ടിയില്ലേ? ഇപ്പൊ ഹാപ്പിയാണോ? ഹാപ്പി അല്ലാന്ന് പറഞ്ഞ വീട്ടിൽ ചിലപ്പോ കിട്ടും. ഓക്കെ, ശരി. അപ്പൊ അരുണിന്റെ കൂടെ പേരായിട്ട് ഓടിവാ, വീണ്ടും ഒരു പച്ചക്കിളി. 2 പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എറിയാം, ഒരാൾ ക്ഷീണിച്ചാൽ മറ്റേ ആൾക്ക് നമുക്ക് ബോൾ കൈമാറാം, ഒരു കുഴപ്പമില്ല. അപ്പൊ ഗെയിമിന് 2 പേരും റെഡിയാണോ? ഓക്കെ, ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അടിപൊളി, നല്ല ഉന്നമുണ്ട് തുടക്കം തന്നെ കേട്ടോ. ഓ, ഗെയിമിന്റെ ഏറ്റവും കുറവ് സമയത്തിനുള്ളിൽ തന്നെ ഒരു ബോള് നമ്മുടെ ബോളിലാക്കിയിട്ടുണ്ട്. നന്നായിട്ട് എറിയാൻ അറിയാവുന്ന ആളാണെന്നാണ് നേരത്തെ പറഞ്ഞത്. എറിയാൻ അറിയാവുന്ന ഞങ്ങളൊന്ന് നോക്കട്ടെ. പറ്റും, ധൈര്യമായിട്ട് എറിഞ്ഞോ.
ഉന്നം ഏകദേശം ഉണ്ട്, കുഴപ്പമില്ല. നമ്മുടെ ഇനി സമയം വളരെ കുറച്ചേ ഉള്ളൂ, പെട്ടെന്നായിക്കോട്ടെ. കോൺസെൻട്രേറ്റ് ചെയ്ത് എറിയ. ആദ്യം പോയതുപോലെ തന്നെ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. നന്നായിട്ട് തന്നെ കളിച്ചു, ആ ഒരു സ്പിരിറ്റോട് കൂടി തന്നെ കളിച്ചു. നല്ലൊരു കൈഡ് കൊടുക്കാം. ആനി നന്നായിട്ട് ട്രൈ ചെയ്തു കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബോളറിയൽ മത്സരത്തിൽ നമുക്കിവിടെ ക്ലിയർ വിന്നേഴ്സ് ഉണ്ട്. ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ആനന്ദേട്ടൻ ആൻഡ് സന്ധ്യ. നല്ലൊരു കൈഡ് കൊടുക്കാം. ആനന്ദേട്ടാ, എന്ത് തോന്നുന്നു? ഗാലറി ഇരുന്നാലും കളി അറിയാന്ന് മനസ്സിലായി. രണ്ടുപേർക്കും കൂടെ സമ്മാനം അങ്ങ് തരാം. റെഡിയാണോ? ഇത് പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന സമ്മാനം, അതിഥി സൺഫ്ലവർ ഓയിൽ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, സൺടിപ്സ് ടീ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. ഇനി അവസാനത്തത് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. ആൻഡ് അത് നൽകാൻ വേണ്ടിയിട്ട് ഞാൻ ആ സ്പെഷ്യൽ ഗസ്റ്റിനെയും കൂടെ ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മുടെ സ്വാമി സാമ്പാർ പൗഡറിന്റെ ഏരിയ സെയിൽസ് മാനേജർ വിഷ്ണു രാജേന്ദ്രൻ സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈഡി കൊടുക്കാം. സ്വാമി സാമ്പാർ പൗഡറിന്റെ ഏരിയ സെയിൽസ് മാനേജർ ആണ് അദ്ദേഹം, വിഷ്ണു രാജേന്ദ്രൻ സർ. എന്തായാലും താങ്ക് യു സോ മച്ച് രണ്ടുപേർക്കും. നമ്മുടെ സ്വാമി സാമ്പാർ പൗഡറിന്റെ ഏരിയ സെയിൽസ് മാനേജറാണ്. അപ്പോൾ നമ്മുടെ ഓണം പ്രമാണിച്ച് എന്തൊക്കെയാണ് സ്വാമീസ് മുന്നോട്ടേക്ക് വെക്കുന്ന പുതിയ ഓഫേഴ്സ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട്സ്, എന്തൊക്കെ ഓഫേഴ്സ് ആണ് മുന്നോട്ടേക്ക് വെക്കുന്നത്? നമ്മളിപ്പം കഴിഞ്ഞ 25 വർഷമായിട്ട് ഫീൽഡിലുള്ള ആൾക്കാരാണ് സ്വാമീസ്. നമ്മൾ ഓണത്തിനിപ്പം സ്പെഷ്യലായിട്ട് നമ്മൾ എക്സ്ട്രാ നട്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പായസം മിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഓണത്തിന്. അപ്പം ഈ ഓണത്തിന് എല്ലാവരും നമ്മുടെ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഓണത്തിന് സ്പെഷ്യലായിട്ട് എക്സ്ട്രാ നട്ട്സ് എന്ന് പറയുന്ന ഇൻസ്റ്റന്റ് പായസം മിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അല്ലേ? ഉറപ്പല്ലേ? അതിനകത്ത് എക്സ്ട്രാ നട്ട്സ് ഉണ്ടാവും, ബദാമും കാഷ്യൂനട്ടും റൈസൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ? അതെ, പേര് പോലെ തന്നെ എക്സ്ട്രാ നട്ട്സ് ഉണ്ടാവും. എല്ലാവരും ഉപയോഗിച്ച് നോക്കുക, അഭിപ്രായം പറയാം. ഓക്കെ, എന്തായാലും തീർച്ചയായും ഞങ്ങൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കി അഭിപ്രായം അറിയിക്കും കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പിട്ടപ്പള്ളി ഏജൻസീസ് ആൻഡ് സ്വാമി സാമ്പാർ പൗഡർ, നല്ലോണം ഉണ്ടോണം, കോ പവേർഡ് ബൈ അതിഥി സൺഫ്ലവർ ഓയിൽ ആൻഡ് സൺടിപ്സ് ടീ. സ്പെഷ്യൽ പാർട്ണർ TTK പ്രസ്റ്റീജ്, GRB ഗീ ആൻഡ് പ്രിൽ. നമ്മൾ ഈ എപ്പിസോഡിന്റെ അടുത്ത ഗെയിമിലേക്ക് കടക്കുകയാണ്. എനിക്ക് ഈ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിയുള്ള 2 ആമ്പിളരെ 2 പെമ്പിളരെ വേണം. ഞങ്ങൾക്ക് ബുദ്ധിയുണ്ട് എന്നുറക്കെ പറഞ്ഞുകൊണ്ടും ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ടും 4 പേരെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അജിത്തും സോളമനും. നമുക്ക് ബാക്കി 2 പേരെ പരിചയപ്പെടാം. പുതുമുകൾ 2 പേരുണ്ട്. എന്താ പേര്? അനുപമ സ്റ്റുഡന്റ് ആണ്. ഇവിടെ പേരെന്താണ്? സുരഭിയുടെ വീട് തിരുവനന്തപുരത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് അനുപമയിൽ തുടങ്ങാം ആദ്യം. റെഡി? ഓക്കെ. എക്സിന്റെ അച്ഛന്റെ ഭാര്യയുടെ ഏക സഹോദരന്റെ മകനാണ് വൈ. അപ്പോൾ എക്സും വൈയും തമ്മിലുള്ള ബന്ധം എന്താ? ഭാര്യയുടെ ഏക സഹോദരന്റെ മകനാണ് വൈ. അപ്പോൾ എക്സും വൈയും തമ്മിലുള്ള ബന്ധം കസിൻസ് അല്ലേ? കസിൻ ആണോ? ഉറപ്പിച്ചു. റൈറ്റ് ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. എക്സിന്റെ അച്ഛന്റെ അമ്മയുടെ മരുമകളാണ് വൈ. വൈ എക്സിന്റെ അച്ഛന്റെ ആരാണ്? എന്താ ക്വസ്റ്റ്യൻ? വൈ എക്സിന്റെ അച്ഛന്റെ അമ്മയുടെ മരുമകളാണ് വൈ. വൈ എക്സിന്റെ അച്ഛന്റെ ആരാണ്? ഇത്ര അറിയാമെങ്കിൽ പറയല്ലേ, നമ്മൾ അടുത്ത ആളിലേക്ക് അനുപമയിലേക്ക് പാസ് ചെയ്യും. ഭാര്യയാണോ? ഉറപ്പാണോ? ഭാര്യ. ഉത്തരം ശരിയാണ്. ലാസ്റ്റ് ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ആരാണോ ഏറ്റവും കൂടുതൽ ഉത്തരം പറയുന്നത്, ഈ ചോദ്യത്തിനും കൂടി ഉത്തരം പറയുന്ന ആൾക്കാണ് സമ്മാനം കിട്ടാൻ പോകുന്നത്. എക്സിന്റെ സഹോദരനാണ് വൈ. സെഡിന്റെ സഹോദരിയാണ് ഡബ്ല്യു. ഡബ്ല്യുവിന്റെ മകൻ എക്സ്. ഡബ്ല്യുവുമായി വൈ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? എന്നോട് ഈ ചതിയേണ്ട കാര്യം ഉണ്ടായിരുന്നു. സോ സോറി. മകൻ. ഉറപ്പാണോ? ഉറപ്പ്. ഓക്കെ, മകൻ എന്ന ഉത്തരം ശരിയാണ്. ഓ, നല്ലൊരു കൈഡി കൊടുക്കാം. ഇത് ചില്ലറ പരിപാടി അല്ല എന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് 4 പേർക്കും ഗിഫ്റ്റ് വേണ്ടേ? അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ കപ്പിളിന് കൊടുക്കാം. അതിഥി സൺഫ്ലവർ ഓയിൽ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ ഒരുമിച്ച് പിടിച്ചോ, നിങ്ങൾക്ക് 2 പേർക്കും കൂടെയാ. സൺടിപ്സ് ടീ നൽകുന്ന സമ്മാനം, പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന സമ്മാനം,
സ്വാമി സാമ്പാർ പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. അപ്പൊ നാളെ ഒത്തിരി വിശേഷങ്ങളും ഒത്തിരി തമാശകളും ഒത്തിരി കുക്കിംഗും ഒക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. ദിസ് ഇസ് പിട്ടാപ്പള്ളി ഏജൻസീസ് ആൻഡ് സ്വാമി സാമ്പാർ പൗഡർ, നല്ലോണം ഉണ്ടോണം, co-powered by Aditi Sunflower Oil and Sun Tips Tea. Special partner TTK Prestige, GRB Ghee and Prill.